ഓം ശിവായ നമ. കഴിഞ്ഞ 2 മാസങ്ങളായി തിരുമന്ത്രയജ്ഞം മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതിന് കാരണം 74 വയസ്സുള്ള എൻ്റെ ഹൃദയം പണിമുടക്കിയതാണ്. അത്യന്തം സങ്കീർണമായ ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ആരോഗ്യം നശിച്ചു. ഈ ഒരവസ്ഥയിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഞാൻ ഒരു തീരുമാനമെടുത്തു: തിരുമന്ത്രയജ്ഞം അവസാനിപ്പിക്കുക. അങ്ങനെ 627ാമത്തെ തിരുമന്ത്രയജ്ഞം എൻ്റെ അവസാനത്തെ എപ്പിസോഡായി മാറി. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നു. കാരണം വീട്ടിൽ നടന്നൊരു സംഭവം എന്നെ ആകെ മാറ്റിമറിച്ചു. ഒരു ദിവസം ജാലകത്തിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ആകാശത്ത് നിന്ന് ഒരു പക്ഷി എൻ്റെ വീട്ടുമുറ്റത്തേക്ക് പറന്നിറങ്ങുന്നു. അത് ഒരു ഗരുഡപ്പറവയായിരുന്നു. ഞങ്ങൾ കൊടുത്ത ഭക്ഷണം ആ പറവ സ്വീകരിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇത് കണ്ടപ്പോൾ കുമാരനാശാൻ്റെ 2 വരി കവിതകളാണ് എനിക്ക് ഓർമ്മ വന്നത്. പറവയിൽ ചിലതുണ്ടവതാരമായി പറയുമങ്ങനെ ആഗമവേദികൾ. ആഗമകർത്താക്കൾ പറയുന്ന ചില അവതാര പക്ഷികൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാറുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മണിദ്വീപിൽ വസിക്കുന്ന ദേവിയുടെ സവിധത്തിൽ ദേവാത്മാക്കൾ പക്ഷിയുടെ രൂപം ധരിച്ച് ദേവിയെ സ്തുതിക്കുന്നതായി ദേവീചരിതത്തിൽ വർണ്ണിക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പണ്ട് കാലത്ത് ഒരു പ്രത്യേക കാവ്യസമ്പ്രദായമുണ്ടായിരുന്നു. കിളിദൂത്, കിളിവിടുത്ത് എന്നൊക്കെ പറയപ്പെടുന്ന ഈ കാവ്യസമ്പ്രദായത്തിൽ കവി മറഞ്ഞു നിൽക്കുകയും കിളിയെക്കൊണ്ട് കവിത പാടിപ്പിക്കുകയും ചെയ്യുന്നു. മലയാളികൾക്കും ഈ രീതി സുപരിചിതമാണ്. നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെ കൊണ്ടാണല്ലോ രാമായണ കഥ ചൊല്ലിക്കുന്നത്. ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് തിരുമന്ത്ര യജ്ഞവേദിയിലേക്ക് ഇനി മുതൽ കടന്നു വരുന്നത് ഈ ഗരുഡപ്പറവയായിരിക്കും. ഞാൻ രംഗവേദി ഒഴിയുന്നു. ഈ ഗരുഡപക്ഷിയുടെ ചിത്രം വീഡിയോ ആയി പിടിച്ചത് ഇതിനോടൊപ്പം കൊടുക്കുന്നു. അധികം വൈകാതെ ഈ ഗരുഡപക്ഷി തിരുമന്ത്രയജ്ഞം തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.